Good morning, students. അടുത്ത question ആണ് ഇന്റഗ്രൽ -5/4 to 0 1 plus tan x by 1 minus tan x dx. 2019 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് CBSE എക്സാമിനേഷൻ ചോദിച്ചതാണ്. ഈ ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ഏതാണ്? tan a plus b എന്ന് പറഞ്ഞാൽ എന്താണ്? tan a plus tan b divided by 1 minus tan a tan b. ഇതാണ് നമ്മുടെ ഫോർമുല. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? 1 plus tan x by 1 minus tan x എന്നാണ്. ഈ ഫോർമുലയിലേക്ക് ഇത് കൊണ്ടുവരണം. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? 1 plus ഈ 1 ന് പകരം 1 plus 1 into tan x by 1 minus 1 into tan x. കുഴപ്പമില്ലല്ലോ. ഈ 1 ന് പകരം നമുക്ക് എന്ത് എഴുതാം? tan pi by 4 എന്ന് എഴുതാം. കാരണം tan pi by 4 ന്റെ വാല്യൂ എത്രയാ? 1 ആണ്. tan pi by 4 into tan x divided by 1 minus tan pi by 4 into tan x. So 1 plus tan x by 1 minus 1 into tan x. അപ്പോൾ ഇതിലെ ഈ ഫസ്റ്റ് 1 ന് പകരം ഞാൻ tan pi by 4 എന്ന് എഴുതി. അപ്പോൾ tan pi by 4 plus tan x divided by 1 minus ഈ 1 ന് പകരം tan pi by 4 എഴുതി into tan x. അപ്പോൾ tan a plus tan b by 1 minus tan a tan b. അപ്പോൾ a യുടെ സ്ഥാനത്ത് എന്താണ്? pi by 4. b യുടെ സ്ഥാനത്ത് എന്താണ്? x. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? tan pi by 4 plus x. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ഇന്റഗ്രൽ -pi by 4 to 0. ഇതിന് പകരം നമ്മൾ എന്ത് എഴുതുന്നു? tan pi by 4 plus x dx. tan pi by 4 plus integral of tan x നമുക്കറിയാം. integral of tan x dx ന്റെ ആൻസർ എന്താണ്? minus log modulus of cos x plus c എന്നാണ് ആൻസർ. minus log modulus of cos x plus c. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കിയേ? minus log cos pi by 4 plus x. ലോവർ ലിമിറ്റ് എന്താണ്? -pi by 4. അപ്പർ ലിമിറ്റ് എന്താണ്? 0. ഈ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. മൈനസ് ഇവിടെ log cos pi by 4 minus pi by 4. അപ്പോൾ cos 0. cos 0 എത്രയാണ്? 1. അപ്പോൾ log 1 വരും ഫസ്റ്റ്. രണ്ടാമത്തെ log അല്ല, ആദ്യം നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കണം. അപ്പർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ ഇവിടെ x ന് 0 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? log cos pi by 4. cos pi by 4. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴോ cos 0. അപ്പോൾ log 1 log cos 1 log cos 0. that is minus log cos pi by 4 എത്രയാണ്? cos pi by 4 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 1/√2 മൈനസ് cos 0 എത്രയാണ്? cos 0 ന്റെ വാല്യൂ 1 ആണ്. അപ്പൊ log 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഫോമിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം tan pi by 4 plus x ന് വരെ എന്ത് കൊടുത്തു? log minus log cos pi by 4 plus x. ലോവർ ലിമിറ്റ് -pi by 4, അപ്പർ ലിമിറ്റ് 0. ആദ്യം നമ്മൾ 0 കൊടുക്കുന്നു. x ന് 0 കൊടുക്കുമ്പോൾ cos pi by 4 കിട്ടി. പിന്നെ മൈനസ് x ന് നമ്മൾ -pi by 4 കൊടുക്കുന്നു. അപ്പോൾ cos 0 വന്നു 1. അപ്പോൾ മൈനസ് log 1/√2 എന്ന് പറഞ്ഞാൽ എന്താണ്? log 1 മൈനസ് log √2 എന്ന് പറഞ്ഞാൽ എന്താ? log 1 ന്റെ വാല്യൂ 0 ആണ്. 0 മൈനസ് log √2 എന്ന് പറഞ്ഞാൽ എന്താണ്? log √2. ഇതിന് വീണ്ടും സിംപ്ലിഫൈ ചെയ്യാൻ വേണമെങ്കിൽ √2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2⁻1/2 ആണ്. അപ്പോൾ ഇതിന്റെ ഫൈനൽ ആൻസർ എന്താണ്? 1/2 log 2. അപ്പോൾ ഫൈനൽ ആൻസർ വേണമെങ്കിൽ നമുക്ക് 1/2 log 2 കിട്ടാം. ഇവിടെ നമ്മൾ ഏത് ഐഡന്റിറ്റി ആണ് ഉപയോഗിച്ചത്? tan a plus b. എന്താണ് tan a plus b? tan a plus tan b divided by 1 minus tan a tan b. ആ ഫോർമുലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഈ താഴെയുള്ള ഈ tan b ഇവിടെ രണ്ടാമത്തെ കേസിൽ tan x കൂടെ 1 ചേർത്ത് വെച്ചു. എന്നിട്ട് ആ 1 ന് പകരം എന്താണ് റീപ്ലേസ് ചെയ്തത്? tan pi by 4. അപ്പോൾ tan pi by 4 plus tan x by 1 minus tan pi by 4 into tan x. അപ്പോൾ നമ്മൾ tan a
പ്ലസ് ടാൻ ബി, എയുടെ സ്ഥാനത്ത് π/4 വന്നു, ബിയുടെ സ്ഥാനത്ത് എക്സ് വന്നു. അപ്പൊ ടാൻ π/4 പ്ലസ് എക്സ്. ടാൻ π/4 പ്ലസ് എക്സിന്റെ എക്സ്പാൻഷൻ ആണ് ഈ കാണുന്നത്. അതനുസരിച്ച് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇനി ടാൻ എക്സിന്റെ ഇന്റഗ്രൽ നമുക്കറിയാം എന്താണ്, മൈനസ് ലോഗ് മോഡ് കോസ് എക്സ്, മൈനസ് ലോഗ് മോഡ് കോസ് എക്സ്. അതിനുശേഷം നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്തു. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്തപ്പോ ലോഗ് കോസ് π/4 കിട്ടി, ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്തപ്പോ 0. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോ ഫൈനൽ ആൻസർ എന്താ കിട്ടിയത്, 1/2 ലോഗ് 2. എല്ലാവരും എഴുതിയെടുത്തോട്ടോ. അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കാം. എഴുതിയെടുക്കുമ്പോൾ ഓരോ സ്റ്റെപ്പും കൃത്യമായിട്ട് ആലോചിച്ച് എഴുതാം കേട്ടോ. ഓരോ സ്റ്റെപ്പും കൃത്യമായിട്ട് ആലോചിച്ച് എഴുതിയെടുക്കാം. ഏതെങ്കിലും സ്റ്റെപ്പിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ കേട്ടോ. കൃത്യമായിട്ട് എഴുതിയെടുക്കാം. നമ്മൾ ഉപയോഗിച്ച ഫോർമുലാസ്, ഇങ്ങനെ ഫോർമുലാസ് ആൻസർ പേപ്പറിൽ എഴുതണം. അപ്പൊ അങ്ങനെ നമ്മൾ പല പ്രോബ്ലത്തിൽ എഴുതി കഴിയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഫോർമുലാസ് ഒക്കെ ബൈഹാർട്ട് ആയി. അപ്പൊ ഫോർമുലാസ് ബൈഹാർട്ട് ആക്കാനുള്ള എളുപ്പമാണ്. വെറുതെ ഫോർമുലാസ് ബൈഹാർട്ട് പഠിച്ചാൽ നമുക്കത് ബൈഹാർട്ട് ആക്കാൻ പറ്റില്ല. അപ്പൊ അതിന് പോലെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ തന്നിരിക്കുന്ന ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും ആ പ്രോബ്ലത്തിന് ആപ്റ്റ് ആയിട്ടുള്ള ഫോർമുലാസ് സൈഡിൽ എഴുതണം. എഴുതിയിട്ട് ആ ഫോർമുലയിൽ നോക്കി വേണം പ്രോബ്ലം ചെയ്യാനായിട്ട്. അങ്ങനെ ഓരോ പ്രാവശ്യം എഴുതി കഴിയുമ്പോൾ ഈ ട്രിഗണോമെട്രിയുടെ ഫോർമുലാസും ഇന്റഗ്രേഷന്റെ ഫോർമുലാസും ഡിഫറൻസിയേഷൻ ഫോർമുലാസും ഒക്കെ ബൈഹാർട്ട് ആവും. നിങ്ങൾ മനസ്സിലിട്ട് ചെയ്യരുത്. ഏത് ഫോർമുലയാണോ നമുക്ക് ഓരോ പ്രോബ്ലത്തിന് ആപ്റ്റ് ആയിട്ട് വേണ്ടത് അത് നമ്മുടെ മാർജിനിൽ എഴുതാം. എന്നിട്ട് അതിൽ നോക്കി ചെയ്യുമ്പോൾ കറക്റ്റ് ആൻസർ ആയിരിക്കും കേട്ടോ. എല്ലാവരും എഴുതിയെടുത്താൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നീങ്ങാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next question. Find integral x tan inverse x dx. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇത് 2019 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് CBSE എക്സാമിനേഷൻ ചോദിച്ച ഇന്റഗ്രൽ ഓഫ് x tan inverse x dx. ഇവിടെ നമുക്ക് x എന്നൊരു പോളിനോമിയൽ ഫംഗ്ഷനും tan inverse x എന്ന ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആണ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ വരുമ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ടത്. പോളിനോമിയൽ ഫംഗ്ഷൻ രണ്ടാമത് എടുക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം, I1 is equal to integral of tan inverse x ഫസ്റ്റ് എടുക്കാം, x രണ്ടാമത് എടുക്കാം. ഇനി നമ്മൾ ഏത് റിസൾട്ട് ഉപയോഗിക്കണം, ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എന്താണ്, ഫസ്റ്റ് ഫംഗ്ഷൻ അല്ലേ, ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻടു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. അപ്പോൾ ആ ഫോർമുല കൊടുക്കുമ്പോൾ tan inverse x into integral of second x ന്റെ ഇന്റഗ്രൽ എന്താണ്, x² by 2 minus integral of derivative of first tan inverse x ന്റെ ഡെറിവേറ്റീവ് എന്താണ് 1 by 1 plus x² into integral of second എന്താണത് x² by 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, x² by 2 tan inverse x minus 1 by 2 integral x² by 1 plus x² dx. ഇനി നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ പാർട്ട് കഴിഞ്ഞ് ഇവിടെയാണ് ഇന്റഗ്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, x² by 2 tan inverse x minus 1 by 2 ഇന്റഗ്രൽ ഈ x² എന്ന് പറയുന്നത് എഴുതാം 1 plus x² minus 1. ഒരു 1 ആഡ് ചെയ്തു, ഒരു 1 സബ്സ്ട്രാക്ട് ചെയ്തു, 1 plus x² dx. അടുത്ത സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, x² by 2 tan inverse x അത് അങ്ങനെ തന്നെ എടുത്തെഴുതുന്നു മൈനസ് 1 by 2 ഇവിടെ 1 plus x² നെ 1 plus x² കൊണ്ട് ഹരിക്കാം. 1 plus x² നെ 1 plus x² കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, ഇന്റഗ്രൽ dx. ഇനി അതുപോലെ മൈനസ് 1 by 1 plus x² dx രണ്ട് ടേം ആയിട്ട് തിരിച്ചു. ഇത് നോക്കാം, ദാറ്റ് ഈസ് x² by 2 tan inverse x minus 1 by 2 into integral of dx എന്താണ്, integral of dx എന്ന് പറഞ്ഞാൽ x ആണ് മൈനസ് integral of 1 by 1 plus x² എന്താണ് tan inverse x പ്ലസ് നമുക്ക് എന്താ ആൻസർ കിട്ടി, x² by 2 tan inverse x ഫസ്റ്റ് ടൈം കിട്ടി, മൈനസ് 1 by 2 x കിട്ടി,
ഇനി -1/2 ഇൻറ്റു മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ്. ഒന്നും കൂടി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? x²/2 ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് x/2 പ്ലസ് ടാൻ ഇൻവേഴ്സ് x/2 പ്ലസ് c. ഇതാണ് നമുക്ക് അവസാനം കിട്ടുന്ന ആൻസർ. x²/2 ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് x/2 ടാൻ ഇൻവേഴ്സ് x/2 പ്ലസ്. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? ഒരു ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനും പോളിനോമിയൽ ഫംഗ്ഷൻ വന്നാൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ് നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് എടുക്കേണ്ടത്. പോളിനോമിയൽ ഫംഗ്ഷൻ നമ്മൾ സെക്കൻഡ് ആണ് എടുക്കേണ്ടത്. എന്നിട്ട് ഏത് റിസൾട്ട് ആണ് ഉപയോഗിച്ചത്? ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് നമ്മൾ ഇവിടെ. അങ്ങനെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ പാർട്ട് ഒന്നും കൂടി ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ട്രിക്ക് ചെയ്തു? ഈ x² പകരം 1 + x² മൈനസ് ഒരു 1 ആഡ് ചെയ്തു, ഒരു 1 സബ്സ്ട്രാക്ട് ചെയ്തു. അതിനുശേഷം അത് ഡിവിഷൻ നടത്തിയപ്പോൾ നോക്കിയേ 1 + x²/1 + x² എന്ന് പറഞ്ഞാൽ എന്താണ്? 1. അപ്പൊ ഇന്റഗ്രൽ dx മൈനസ് 1/1 + x², 1/1 + x². ഇനി നമുക്ക് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ x വരും, ഒരു ടാൻ ഇൻവേഴ്സ് x വരും. അപ്പൊ x²/2 ടാൻ ഇൻവേഴ്സ് x മൈനസ് x/2 പ്ലസ് ടാൻ ഇൻവേഴ്സ് x/2 പ്ലസ് c എന്ന് കാണിച്ചു. ഇത് 2019 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് CBSE എക്സാമിനേഷന് ചോദിച്ചത്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.